ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ബ്രോക്കൺ ബൈറ്റ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാക്കിനെ പറ്റിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഹാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഫോൺ ഹാക്ക് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ, നമ്മുടെ ബ്രെയിനെ ഹാക്ക് ചെയ്ത് നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യാദൃശികമായിട്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു ഡോക്ടറുടെ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സ്ലീപ്പിംഗ് ചെയ്യാൻ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകളും ട്രൈ ചെയ്യും, ചിലർ അതിൽ ഫെയിൽ ആയിട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു ഡീപ്പ് സ്ലീപ്പ് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞാനാണെങ്കിലും ഈ മൊബൈൽ എടുത്തിട്ട് സ്ക്രോളിങ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാറ്. ഒരു 2 o'clock ഒക്കെയാണ് എൻ്റെ ഇവിടുത്തെ UAE ഒരു ടൈം. ബട്ട് നാട്ടിൽ വരുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ലൈറ്റ് ഒക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഫോളോ അപ്പം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും ലേറ്റ് ആയിട്ട് തന്നെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ആ ഒരു 2 മണി ഒക്കെ ആവുന്നുണ്ട്. കുറേ നേരം പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം അത് മൊബൈലിൽ ടൈം ചിലവഴിച്ച് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ ട്രിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഓണസ്റ്റ്ലി പറയാം അത് വർക്കൗട്ടായി. ഇപ്പോൾ അത് ഒരു കുറച്ച് ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആ ഒരു ട്രിക്കിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഉറങ്ങിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ്, ഞാനത് ഗൂഗിളിൽ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റെഫറൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് പറയുന്നത് ലൂസിഡ് സ്ലീപ്പ് എന്നാണ്. എൻ്റെ സ്പെല്ലിംഗ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ലൂസിഡ് സ്ലീപ്പ് എന്നാണ് ഈ ഒരു ബ്രെയിൻ ഹാക്കിംഗ് മെത്തേഡിനെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ ബ്രെയിനെ ചീറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ഉറക്കം വരുന്നതായിട്ടുള്ള ആ ഒരു മൊമെൻറ്റിനെയാണ് ഈ ഒരു ലൂസിഡ് സ്ലീപ്പ് ബ്രെയിൻ ഹാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രെയിനെ എങ്ങനെയാണ് നമ്മൾ ചീറ്റ് ചെയ്യാറ്, മീൻസ് ബ്രെയിൻ ആണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇത് ആക്ച്വലി നമ്മൾ ബ്രെയിനിനെ പറ്റിക്കുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിൽ ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ്, അതായത് മൈൻഡിൽ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം, ഞാനിപ്പോൾ ഉറങ്ങാൻ പോവുകയാണ്. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ആക്ട് ചെയ്യണം. നമ്മൾ ഉറങ്ങുന്നതായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ കുറച്ച് അവേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഉറങ്ങും എന്നാണ് പറയുന്നത്. അവേഴ്സ് വേണ്ട, കുറച്ച് മിനിറ്റ്സിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കംഫർട്ട് പ്ലേസ് എടുക്കുക. നമ്മൾ സാധാരണ റൂമിലാണ് ഉറങ്ങുക, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളൊരു കംഫർട്ട് സ്പേസ് എന്ന് വെച്ചാൽ ആ ഒരു സ്പേസിൽ കിടക്കാം. ബാക്കി നമ്മൾ ബ്ലാങ്കറ്റ് ടോപ്പിലോ എങ്ങനെയാണ് നമ്മളൊരു കംഫർട്ട് പൊസിഷനിൽ നമ്മൾ കിടക്കാറെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ കിടക്കാം. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്ലീപ്പിംഗ് വരുന്ന സമയത്ത്, നല്ല ഉറക്കം വരുന്ന ഒരു സമയത്ത് നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ ബുക്കോ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉറക്കം വരുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെയാണല്ലോ. അപ്പോൾ കയ്യിലുള്ളൊരു ഫോൺ എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ഫോണാണ് കയ്യിലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോൺ പയ്യെ മേശപ്പുറത്തോട്ടോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് നോർമലി ബ്ലാങ്കറ്റ് വെച്ച് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ കൊടുക്കുക, ബ്രെയിനിന് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന പോലെ തന്നെ ആക്ടിങ് ചെയ്യുക. ആക്ടിങ് ചെയ്യാൻ നമ്മളിപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഉറങ്ങുന്ന പോലെ ആക്ടിങ് ചെയ്യുക. നോർമലി ബ്രീത്ത് ഔട്ട് എടുക്കുക. അത് മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ ബ്രീത്ത് ഔട്ട് അല്ല പറയുന്നത്, നോർമലി ഉള്ള ഒരു നമ്മൾ ഉറങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു ബ്രീത്ത് ഔട്ട് മെത്തേഡ് എടുക്കുക. വിത്തിൻ കുറച്ച് സെക്കൻഡ്സ് മിനിറ്റിനകത്ത് ഉറങ്ങും. ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് ടൈമൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു കുറച്ച് ടൈം, എൻ്റെ ഒരു അറിവിൽ കുറച്ച് ടൈമിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി. ശരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് തന്നെ പോയെന്ന് അറിയാം. അതുപോലെ ഏർലി മോർണിംഗ് നമ്മുടെ ആ ഒരു ബോഡിയുടെ ഫുൾ ടയർഡ്നെസ് മാറി, ടോട്ടൽ ആ ഒരു ടയർഡ്നെസ് മാറി നല്ല ഫ്രഷ് ആയിട്ട് വേക്കപ്പായി. അപ്പോൾ ഇത് 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഒരു ട്രൈ ചെയ്ത് നോക്കിയപ്പോഴേക്കും പിന്നീട് ആ ഒരു പർട്ടിക്കുലർ ടൈം ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെത്തേഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും. പിന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ എന്താണ് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരോട് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാൽ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത് വർക്കൗട്ട് ആയപ്പോൾ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വർക്ക് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ശരിയാവും. ഒരു ദിവസം കൊണ്ട് ശരിയാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കിത് റെഡിയായി. ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കത് വർക്കായി. നിങ്ങൾക്ക് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.